മലബാറിലെ വ്യായാമ പരിശീലന പരിപാടിയായ MEC7-നെതിരെ കാന്തപുരം AP വിഭാഗം മുഷാവറ. മതമാനദണ്ഡങ്ങൾ പാലിക്കാത്ത വ്യായാമ മുറകൾക്കെതിരെ വിശ്വാസികൾ ജാഗ്രത പുലർത്തണം. അന്യപുരുഷന്മാരുടെ മുന്നിലും അവരുമായി ഇടകലർന്നും സ്ത്രീകൾ വ്യായാമം നടത്തുന്നത് അനുവദിക്കാനാകില്ലെന്നും സമസ്ത കേരള സുന്നി ജമയത്തുൽ ഉലമ യോഗം വ്യക്തമാക്കി. MEC7-നെതിരെ CPM ആണ് ആദ്യം രംഗത്തെത്തിയത്. വ്യായാമത്തിന്റെ പേരിൽ പുതിയ സംഘടന വരുന്നതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPയും ആണെന്നായിരുന്നു CPM-ന്റെ വിമർശനം. സംഭവം വിവാദമായതോടെ CPM ആരോപണത്തിൽ നിന്ന് പിന്മാറി. MEC7-നെതിരായ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കാന്തപുരം AP വിഭാഗം മുഷാവറ. മതമാനദണ്ഡങ്ങൾ പാലിക്കാത്ത വ്യായാമ മുറകൾക്കെതിരെ വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്നാണ് സമസ്ത കേരള സുന്നി ജമയത്തുൽ ഉലമയുടെ മുന്നറിയിപ്പ്. അന്യപുരുഷന്മാരുടെ മുന്നിലും അവരുമായി ഇടകലർന്നും സ്ത്രീകൾ അഭ്യാസം നടത്തുന്നത് തെറ്റാണ്. മതവിശ്വാസത്തിന് ഹാനികരമാകുന്ന ഗാനങ്ങളും പ്രചരണങ്ങളും ക്ലാസുകളും സംഘടിപ്പിച്ച് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത് അനുവദിക്കാനാകില്ലെന്ന് കാന്തപുരം AP വിഭാഗം സമസ്ത മുഷാവറ പറയുന്നു. സംഘടനയുടെ പ്രസിഡന്റ് E. സുലൈമാൻ മുസ്ലിയാർ, ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് MEC7-നെതിരായ നിലപാട് ഘടിപ്പിച്ചത്. സുന്നി വിശ്വാസികൾ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തി പൂർവിക വിശ്വാസങ്ങളും നയങ്ങളും മുറുകെ പിടിക്കണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. സംഘടനയ്ക്കെതിരെ CPM-ഉം BJPയും വിമർശനം ഘടിപ്പിച്ചതോടെ പിന്തുണയുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. വിവിധയിടങ്ങളിൽ നടന്ന വ്യായാമ പരിശീലന പരിപാടിയിൽ പിന്നീട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. വ്യായാമ പരിശീലന പരിപാടിയിൽ മതമില്ലെന്ന സംഘടനാ നേതൃത്വം അവകാശപ്പെടുമ്പോഴാണ് കാന്തപുരം വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം വിമർശനങ്ങൾ ശക്തമായിരിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.